പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ റമളാൻ, ആ റമളാൻ മാസത്തിന്റെ സുന്ദരമായ ദിവസങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അല്ലാഹു തആല അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവരെ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടാനും പാപമോചനം കിട്ടാനും വിശുദ്ധമായ റമളാനിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യമാണ് ഖുർആൻ പാരായണം. നമ്മളെല്ലാവരും അൽഹംദുലില്ലാഹ് പരിശുദ്ധ റമളാനിന്റെ തുടക്കം മുതൽ ഖത്തം ഓതാൻ തുടങ്ങിയവരാണ്, അല്ലെ? ഖത്തം ഓതാൻ തുടങ്ങിയവരാണ്. പലർക്കും ഇപ്പോഴും എന്താണ് ഈ ഖത്തം ഓതുക? ചില ആളുകൾ ഹത്തം ഓതുക എന്നൊക്കെ പറയും. ഹത്തമല്ല, ഖത്തമാണ്. അപ്പൊ എന്താണ് ഈ ഖത്തം ഓതുക? എന്താണ് ഖത്തം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഖത്തം ഓതുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ ഉസ്താദെ? ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഖത്തുമുൽ ഖുർആൻ ഓതുമ്പോൾ 8ഓളം ഭയങ്കര ശ്രേഷ്ഠതയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മൾ ഓതുന്ന ഖത്തം പൂർണ്ണമാവില്ല. 8 കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മൾ ഖത്തം ഓതുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖത്തവും അല്ലാഹു തആല സ്വീകരിക്കും. ഈ റമളാനും നമുക്ക് അനുകൂലമായി കിട്ടും. ഖത്തം ഓതുന്നവരും ഓതാത്തവരും പ്രത്യേകമായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഖുർആൻ ഓതുന്നവരെ, റമളാനിൽ ഖുർആൻ ഓതാൻ വേണ്ടി ഖുർആൻ കയ്യിലേക്ക് എടുക്കുന്നവരെ, നിങ്ങൾ ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഖുർആനിന്റെ ശാപം നിങ്ങൾക്കുണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഗൗരവമേറിയ ചില വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണർത്തുന്നത്. അവസാനം വരെ കാണാൻ വിട്ടുപോവണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സുകൾ തന്ന അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തആല അനുകൂലമാക്കി തരുമാറാവട്ടെ. റമളാനിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എല്ലാം അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ ഈ റമളാൻ മാസം നമുക്ക് അനുകൂലമായ സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമളാൻ എന്ന് പറഞ്ഞാൽ ഷഹ്റുൽ ഖുർആൻ എന്നാണ്. ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. ഖുർആൻ അല്ലാഹു തആല നമുക്ക് ഇറക്കിത്തന്ന മാസമാണ്. ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ റമളാനും ഖുർആനും തമ്മിൽ. ഒരു നാണയത്തിന്റെ ഒരു വശമാണ് റമളാനെങ്കിൽ ആ നാണയത്തിന്റെ മറുവശമാണ് ഖുർആൻ എന്നാണ്. അതായത് റമളാൻ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ റമളാനാണ്, അങ്ങനെയാവണമെന്നാണ്. റമളാനിൽ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ പ്രധാനപ്പെട്ട ഒരു അമലായി നമ്മൾ മാറ്റണം എന്ത്? പരിശുദ്ധമായ ഖുർആൻ പാരായണം. വിശുദ്ധമായ ഖുർആൻ പാരായണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നല്ലോ, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമളാൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഈ ദിവസം വിശുദ്ധമായ റമളാനിന്റെ റഹ്മത്തിന്റെ പത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. 2ഓളം ദിവസമായി നമ്മൾ നോമ്പ് പിടിക്കുന്നു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പല ആളുകളും അൽഹംദുലില്ലാഹ്, പല ഉമ്മമാരും വാപ്പമാരൊക്കെ പരിശുദ്ധമായ ഖത്തം ഓതി തുടങ്ങി. അവർ 10 ജുസ് കഴിഞ്ഞവരുണ്ട്, 15 ജുസ് കഴിഞ്ഞവരുണ്ട്, 20 ജുസ് കഴിഞ്ഞവരുണ്ട്. പല ഉമ്മമാരും ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ എനിക്ക് 3 ഖത്തം ഓതണം, കഴിഞ്ഞ റമളാനിൽ എനിക്ക് 2 ഖത്തമേ ഓതാൻ പറ്റിയുള്ളൂ, എനിക്ക് 3 ഓതണം, ചില ആളുകൾ 4 ഓതണം. അല്ലെ, മഹാന്മാരായ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ, മഹാനായ ഇമാം നവവിയെ പോലെ, മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇങ്ങനെ ഒരുപാട് മഹാന്മാർ, ഒരുപാട് ആളുകൾ, അവരൊക്കെ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല ഒരുപാട് ഖത്തുമുകൾ, എണ്ണിയാൽ തീരാത്ത ഖത്തുമുകൾ അവർ ഓതുമായിരുന്നു എന്നാണ് വിശുദ്ധമായ ഖുർആൻ. അവരിങ്ങനെ ഓതി, അവർക്കൊരു ഹരമായിരുന്നു അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല ആ റമളാനിൽ നമുക്ക് 2 ഖത്തം തീർക്കാൻ പറ്റിയില്ലെങ്കിലും 1 ഖത്തമെങ്കിലും തീർക്കാനുള്ള മഹാസൗഭാഗ്യം തരട്ടെ. ആമീൻ മാത്രം പോരാ, നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം ഓതണം കേട്ടോ. അപ്പോ ഈ ശുദ്ധമായ ഖുർആൻ ഖത്തം തീർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖത്തും എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, സൂറത്ത് ആലി ഇമ്രാൻ, അങ്ങനെ തുടങ്ങി ഓരോ സൂറത്തും ഓതി 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 അവസാനം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്. അപ്പോൾ ഈ 114 സൂറത്തുകളും ഒരാവർത്തി ഓതുന്നതിനാണ് ഖത്തുമുൽ ഖുർആൻ എന്ന് പറയുക. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഖത്തുമുൽ ഖുർആൻ മൊത്തം ഓതി തീർക്കുമ്പോൾ ആ ഖുർആൻ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ എന്നെ ഈ മനുഷ്യൻ ഓതിയിട്ടുണ്ട്, അല്ലാഹുവേ ഈ ഇന്നാലിന്ന ഉമ്മ, ഇന്നാലിന്ന പെണ്ണ്, ഇന്നാലിന്ന സഹോദരി എന്നെ പൂർണ്ണമായും ഓതിയിട്ടുണ്ട്, നീ ഏറ്റെടുക്കണേ അല്ലാ, നീ സാക്ഷി നിൽക്കണേ എന്ന് ഖുർആൻ പറയുമെന്നാണ്. അല്ലാഹു തആല ഖുർആൻ സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹുവേ, ഈ ഖുർആൻ ഖത്തം തീർത്ത ആളുകൾക്ക് കിട്ടുന്ന മറ്റൊരു പ്രത്യേകതയുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു തആല പറഞ്ഞു, മൂസാ നബിയെ, ഇനി വരാനിരിക്കുന്ന ഒരു പ്രവാചകരുണ്ട്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകരുടെ സമുദായത്തിന് 2 ഇരുട്ടുകൾ ഞാൻ കൊടുക്കും. ആ 2 ഇരുട്ടുകളെ തടയാൻ വേണ്ടി രണ്ട് വെളിച്ചത്തെയും ഞാൻ കൊടുക്കും. മൂസാ നബി ചോദിച്ചു, എന്താണ് അല്ലാഹുവേ 2 ഇരുട്ടും 2 പ്രകാശവും? അപ്പൊ അല്ലാഹ് പറഞ്ഞു എന്നാണ്, മൂസാ നബിയെ, ഇനി വരാനിരിക്കുന്ന സമുദായം എന്റെ മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങൾ, ആ ഉമ്മത്തീങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന 2 ഇരുട്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് ഖബറിന്റെ ഇരുട്ടാണ്, രണ്ടാമത്തേത് ഖിയാമത്ത് നാളിന്റെ ഇരുട്ടാണ്. അല്ലാഹുവേ, ഈ ഇരുട്ടിനെ പ്രതിരോധിക്കാൻ അവർക്ക് നീ ഏതൊക്കെ പ്രകാശമാണ് കൊടുക്കുക? ഒന്ന് നൂറുൽ ഖുർആൻ, നൂറു റമളാൻ. ഒന്ന് റമളാൻ എന്ന പ്രകാശമാണ്, 2 ഖുർആൻ എന്ന പ്രകാശമാണ്. ഖുർആൻ എന്ന പ്രകാശം, ഈ ഖുർആൻ നമ്മൾ ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഖുർആൻ ഒരു കൂട്ടുകാരനെ പോലെ, ഒരു കൂട്ടുകാരിയെ പോലെ നമുക്ക് നാളെ ഖബറിൽ കൂട്ടായി, നമ്മൾ എപ്പോഴാണോ ഖിയാമത്ത് നാളൊക്കെ കഴിഞ്ഞ് മഹ്ശറയിലേക്ക് പോകുന്നത്, ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളുണ്ടാകും, ആ സമയത്തൊക്കെ നമുക്കൊരു കൂട്ടുകാരനെ പോലെ, നമുക്ക് ആശ്വാസവാക്ക് പറയാൻ, നമുക്ക് സന്തോഷ വാർത്തകൾ പറഞ്ഞു തരാൻ ഒരു കൂട്ടുകാരനെ പോലെ, കൂട്ടുകാരിയെ പോലെ ഈ ഖുർആൻ അവിടെ ഉണ്ടാകും, നമ്മുടെ ഖബറിൽ ഉണ്ടാകുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് സാക്ഷി നിൽക്കുന്ന അവസ്ഥ വരുത്തണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ പലരുമൊക്കെ ഖത്തം ഓതാൻ തുടങ്ങി. എന്നാൽ പലരുമൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വിഷയങ്ങളുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ ഏത് കാര്യവും ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണ്, അല്ലെ? എല്ലാ അമലുകളും അല്ലാഹു തആല സ്വീകരിക്കുന്നത് നീയത്ത് അനുസരിച്ചാണ്. നമ്മൾ ഓതുന്ന ഖത്തുമുൽ ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖത്തം ഓതുമ്പോൾ നമ്മൾ നീയത്ത് വെക്കണം. അല്ലാഹു ഉസ്താദെ, ഞങ്ങളിപ്പോൾ ഓതി 15 ജുസായി, ഞങ്ങൾ 10 ജുസായി, 5 ജുസായി, 3 ജുസായി, ഞങ്ങൾ ഇതുവരെ നീയത്തൊന്നും വെച്ചില്ലല്ലോ. പേടിക്കേണ്ട, ബേജാറാവണ്ട, ഇനി നിങ്ങൾക്ക് വെക്കാം. ഇനി ആരെങ്കിലും ഓതി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ നീയത്ത് വെച്ച് നിങ്ങൾ ഇനി ഇൻഷാ അല്ലാഹ് ഓതി തുടങ്ങുക. എന്താണ് നീയത്ത്? അല്ലാഹുവേ, പടച്ചവനെ, ഞാനിതാ നിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനായും ഓതി തീർക്കാൻ പോവുകയാണ്, ഞാനൊരു ഖത്തം തീർക്കാൻ പോവുകയാണ് എന്ന ആ ഒരു നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാതെ വെറുതെ ഖുർആൻ എടുത്തിട്ട് യാസീൻ വൽ ഖുർആൻ, അല്ലെങ്കിൽ എന്താണ് അലിഫ് ലാം മീം ദാലികൽ കിതാബുൽ ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞ് ചുമ്മാ ഓതിപ്പോവലല്ല. ഖുർആൻ എടുത്തിട്ട് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ പറയുക, അല്ലാഹുവെ പടച്ചവനെ, ഞാനിതാ നിന്റെ വിശുദ്ധമായ കലാം, നിന്റെ വചനം, അല്ലാഹുവെ ഞാനിതാ പൂർണ്ണമായും ഓതാൻ പോവുകയാണ്, ഞാൻ ഖത്തം തീർക്കാൻ പോവുകയാണെന്ന് ആ ഒരു നീയത്തോടു കൂടി വേണം നമ്മൾ ഖുർആൻ മറിച്ച് ഓതാൻ. നമ്മളിപ്പോൾ ളുഹറിന് മുമ്പ് ഒരു 2 ജുസ് ഓതി, എന്നിട്ട് ഖുർആൻ മടക്കി വെച്ചു. ളുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഖുർആൻ എടുത്ത് ഓതാൻ നേരത്ത് ആ ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് മനസ്സിൽ കൊണ്ടുവരണം, അല്ലാഹുവെ നിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ ഞാനിതാ ഓതുകയാണ്. ആ ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ വേണം. ഇനി അഥവാ നീയത്ത് മറന്നാൽ കുഴപ്പമില്ല, ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള ഖുർആൻ പാരായണത്തിൽ നിങ്ങൾ ഈ നീയത്ത് കൊണ്ടുവന്നാൽ മതിയാകുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണത്തിന്റെ സൂക്ഷ്മതയാണ്. ഖുർആൻ പാരായണത്തിലെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരായത്തും വിട്ടുപോവാൻ പാടില്ല. ചിലപ്പോൾ ഒരായത്തൊക്കെ ചിലപ്പോൾ 2 പ്രാവശ്യം ഓതാം, അത് വിഷയം വരുന്നില്ല. പക്ഷെ ഒരായത്തും വിട്ടുപോവാതെ 6666 ആയത്തുകൾ എന്നാണല്ലോ നമ്മൾ മൊത്തത്തിൽ പറയുന്നത്. അതിനേക്കാൾ കുറവ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പല അഭിപ്രായങ്ങളുമുണ്ട്, എന്തുമാവട്ടെ. അപ്പോൾ ഈ ആയത്തുകളെല്ലാം നമ്മൾ ഓതണം. ചില ആളുകളുണ്ട്, ഇപ്പോൾ സൂറത്തുൽ ബക്കറ സൂറത്തിന്റെ 143 ആയത്ത് വരെ ഓതി, അപ്പോഴാണ് ളുഹർ ബാങ്ക് വിളിച്ചത്. അപ്പം മടക്കി വെച്ചു, അടയാളം വെച്ചിട്ട് മടക്കി വെച്ചു. എന്നിട്ട് ആ ഖുർആൻ അവിടെ വെച്ചിട്ട് പിന്നെ ളുഹർക്ക് നിസ്കരിച്ച് വന്നപ്പോൾ പുള്ളിക്കൊരു സംശയം, അല്ലാഹുവേ 143 ആയത്താണോ അതോ 144 ആയത്ത് വരെയാണോ ഞാൻ ഓതിയത്? സംശയമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 143 ആണോ 4 ആണോ എന്ന സംശയം, നമ്മൾ 142 മുതൽ ഓതുക. അതായത് ഒരായത്ത് മുന്നേ അങ്ങനെ സംശയം വന്നാലാണ്. ഇപ്പൊ നമ്മൾ യാസീൻ ഓതി കഴിഞ്ഞു, അല്ലെങ്കിൽ എന്താണ് സൂറത്തുൽ ബക്കറ മൊത്തം നമ്മൾ ഓതി കഴിഞ്ഞു, നമ്മൾ മടക്കി വെച്ചു, പിന്നെ തിരിച്ചു വന്നപ്പോൾ പിന്നെ നമുക്കറിയാം എന്താണ് സൂറത്തുൽ ബക്കറ ഞാൻ മൊത്തം ഓതി, ഇനി അടുത്ത സൂറത്തു ആലി ഇമ്രാൻ ആണ് ഓതേണ്ടത്. അപ്പൊ ആലി ഇമ്രാൻ സൂറത്ത് അങ്ങനെ ഓതി പോകാം. പക്ഷെ ചില ആളുകൾക്ക് ചില സൂറത്തിന്റെ ഇടയിൽ വെച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയം ഉണ്ടാകും, ഇത് ഈ ആയത്താണോ ആ ആയത്താണോ ഞാൻ ഓതി തീർത്തത്. അപ്പൊ നമ്മളൊന്ന് മുകളിൽ നിന്ന് പിടിക്കുക, ഒരു ആയത്ത് കയറ്റി പിടിക്കുക, അവിടെ നിന്ന് നമ്മൾ പതിയെ വീണ്ടും ഓതി വരിക. അതൊരു സൂക്ഷ്മതയാണ്. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ വലിയ പരിപൂർണത നമുക്ക് ഉണ്ടാകുമെന്നാണ്. പിന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വുദു വേണേ. അല്ലാഹുവേ, വുദു ഇല്ലാതെ പരിശുദ്ധമായ ഖുർആൻ തുടരുതേ. വുദു വേണം, വുദുവോടുകൂടി വേണം. ഇനി വുദു ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടായാൽ പോലും ആ വുദുവോടുകൂടി വേണം നമ്മൾ ഓതാൻ പരിശുദ്ധമായ ഖുർആൻ.
അതിപ്പോൾ മൊബൈലിൽ നോക്കുമ്പോൾ വുളു വേണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. നമ്മൾ മൊബൈലിൽ നോക്കി ഓതുമ്പോൾ വുളുവിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും വുളുവോടുകൂടി ഓതലാണ് അദബ്, മര്യാദ. അക്കാര്യം ശ്രദ്ധിക്കുക. വുളുവോടുകൂടി ഓതണം. ഖുർആൻ നോക്കി ഓതലാണ് ഏറ്റവും നല്ലത്. ഇനിയെങ്കിലും റമദാനിലെങ്കിലും ഈ മൊബൈലൊന്ന് കുറച്ച് താഴെ വെക്കുക. ആ ഖുർആൻ എടുക്കുക. ഖുർആൻ എടുത്ത് ഓതുമ്പോൾ അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്. ആ ഖുർആൻ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ഖുർആനെ നോക്കുമ്പോൾ ഖുർആൻ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അല്ലാഹുവേ പടച്ചവനെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു പുസ്തകമായിട്ട് നമ്മൾ ആരും കാണരുതേ. അത് അല്ലാഹുവിൻ്റെ കലാമാൻ. ഖുർആൻ സംസാരിക്കുമെന്നാണ്. ആഖിറത്തിൽ ഖുർആൻ ഒരു ജീവനുള്ള വസ്തുവിന്റെ രൂപത്തിൽ വന്ന് സംസാരിക്കും. ആ ഖുർആനിനോട് നല്ല രൂപത്തിൽ പെരുമാറിയവർക്ക് ഖുർആൻ അവിടെ സാക്ഷി നിൽക്കും. മോശം പെരുമാറിയവർക്ക് ഖുർആൻ എതിരെ സാക്ഷി നിൽക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയണം. ഖുർആനെ എടുക്കുക. ഓതുന്നതിന് മുമ്പ് ഖുർആനെ ഒന്ന് ചുംബിക്കൽ നല്ലതാണ്, സുന്നത്താണ്. ഒന്ന് ഖുർആനെ ഇങ്ങനെ ചുംബിക്കുക. എന്നിട്ട് നമ്മൾ ഖുർആൻ എടുത്ത് ഓതുക. ഭയങ്കര ഭവ്യതയോടുകൂടി ഓതുക. ഒരിക്കലും ഖുർആൻ നമ്മുടെ താഴെ വെക്കരുത്. ഖുർആൻ തറയിൽ വെക്കരുത്. ഖുർആനിന്റെ മുകളിൽ മറ്റൊരു പുസ്തകം വെക്കരുത്. ഖുർആനിന്റെ മുകളിൽ ഖുർആൻ മാത്രമേ വെക്കാൻ പറ്റൂ. അല്ലാതെ പേനയോ പേപ്പറോ ഒന്നും ഖുർആനിന്റെ മുകളിൽ വെക്കാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കണേ. ഖുർആൻ ഓതുമ്പോൾ ഒരിക്കലും ഈ ഉമിനീര് നാവിൽ തൊട്ടിട്ട് മറിക്കാൻ പാടില്ല. നാവിൽ തൊട്ടിട്ട് ഖുർആൻ ഇങ്ങനെ മറിക്കാൻ പാടില്ല. അതുപോലെ ഖുർആനിന്റെ ഇടയിൽ ചിലപ്പോൾ പേപ്പറോ അല്ലെങ്കിൽ ഈ ചില എന്താ പറയാ അടയാളം വെക്കുന്ന ചിലപ്പോൾ പേന കയറ്റി വെക്കും, ചിലപ്പോൾ തസ്ബീഹ് മാല വെക്കും. അങ്ങനെ വെക്കരുത്. അത് അദബ് കേടാൻ, നരകത്തിലേക്ക് പോകും എന്നല്ല പറയുന്നത്. ഖുർആനിനോട് കാണിക്കുന്ന ഒരു മര്യാദ കേടാൻ. അത് വേണ്ട. പിന്നെ ഖുർആൻ ഒരിക്കലും നമ്മുടെ അരക്ക് താഴെ ഇങ്ങനെ തൂക്കി പിടിക്കരുത്. ചില ആളുകൾ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ആട്ടി പോകുന്നത് കാണാം. ചെയ്യരുതേ. പിന്നെ ഖുർആൻ എപ്പോഴും വെക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറയ്ക്ക് മുകളിൽ വരുന്ന രൂപത്തിൽ വേണം വെക്കാൻ. ഖുർആൻ നമ്മൾ ഓതിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ മുകളിൽ സൂറത്തുൽ ഫാത്തിഹ വരുന്ന ആ ഒരു രൂപത്തിൽ അങ്ങനെ വെക്കാവൂ. തിരിച്ചു വെക്കരുത്. ഒരിക്കലും ഖുർആൻ കീഴ്മേൽ മടിച്ച് വെക്കരുത്. നമ്മൾ ഇങ്ങനെ വെക്കണം. ഖുർആൻ ആ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മുകളിൽ വരുന്ന ആ രൂപത്തിലായിരിക്കണം വെക്കേണ്ടത്. പിന്നെയോ ഖുർആൻ ഒരിക്കലും വെള്ളത്തിൽ വീഴുന്ന അവസ്ഥ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്ന അവസ്ഥ, ചിതലൊരുക്കുന്ന അവസ്ഥ, അങ്ങനെയൊന്നും മനഃപൂർവ്വം കൊണ്ടുപോയി ഇടരുതേ. പിന്നെ നമ്മുടെ വീട്ടിൽ പഴയ ഖുർആനുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടി വെക്കണേ. ഇനി തീരെ ഓതാൻ പറ്റാത്ത ഖുർആനുകളാണെങ്കിൽ ആ ഖുർആൻ ഒരു ടെറസിന്റെ മുകളിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നല്ലവണ്ണം അത് കത്തിക്കുക. മണ്ണെണ്ണ ഒഴിച്ചോ അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ചോ നല്ലപോലെ കത്തിക്കുക. എന്നിട്ട് കത്തിച്ചിട്ട് ആ ഖുർആനിന്റെ ചാരം കൊണ്ടുപോയി വെള്ളത്തിൽ ഒഴുക്കുക. പുഴയിലോ കടലിലോ കായലിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴുക്കുക. അതാണ് ചെയ്യാനുള്ളത്. പഴയ നമുക്ക് ഓതാൻ പറ്റാത്ത ഖുർആൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും പഴയ ഖുർആൻ നമ്മൾ ഈ പഴയ പുസ്തകങ്ങളുടെ കൂടെ ആക്രിക്കടയിൽ കൊണ്ടുപോയി കൊടുക്കരുതേ. കൊടുത്താൽ അതിനേക്കാൾ വലിയ ശാപം കിട്ടുന്നവൻ വേറെയില്ല. നമ്മൾ നേരത്തെ കണ്ടല്ലോ, കഴിഞ്ഞ വിഷുവിനും ദീപാവലിക്കുമൊക്കെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ വിശുദ്ധമായ ഖുർആൻ അത് പടക്ക രൂപത്തിൽ വന്ന് അതിങ്ങനെ റോഡുകളിൽ പൊട്ടിത്തെറിച്ച് കിടക്കുന്ന അവസ്ഥ. അല്ലാഹുവേ, ഖുർആൻ ചവിട്ടി പോകുന്നു, ആളുകളൊക്കെ ചവിട്ടുന്നു, വണ്ടി കയറി പോകുന്നു. ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഖുർആനോട് കാണിക്കേണ്ട ചില മര്യാദകൾ ഇതൊക്കെയാണ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ, ഖത്തം ഓതുമ്പോൾ അതിന്റെ പരിപൂർണമായ പ്രതിഫലം കിട്ടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, പകലിന്റെ ആദ്യത്തിലോ രാത്രിയുടെ ആദ്യത്തിലോ ആയിരിക്കണം വിശുദ്ധമായ ഖത്തം പൂർത്തീകരിക്കേണ്ടത്. പകലിന്റെ ആദ്യത്തിൽ എന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ ഖത്തം തീരുന്ന ഒരവസ്ഥ വെക്കുക. ഇപ്പോൾ തറാവിഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അവസാനത്തെ ഒരു ജുസു ആണ് നമ്മൾക്ക് ഓതി തീർക്കാനുള്ളതെങ്കിൽ അതിങ്ങനെ ഓതി അവസാനം 1-2 സൂറത്തുകൾ ഓതി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ മൊത്തം ഖത്തം തീരും. പക്ഷേ അപ്പോൾ ഓതണ്ട. അത് നമ്മൾ എപ്പോഴത്തേക്ക് മാറ്റണം? അത് നമ്മൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ ഖത്തം തീരുന്ന അവസ്ഥ വെക്കുക. അത് പ്രത്യേകം നല്ലതാണ്. പിന്നെയോ അതുപോലെ തന്നെ ഖത്തം ഓതുന്ന സമയത്ത് ഖുർആൻ മൊത്തം ഖത്തം ഓതിക്കഴിഞ്ഞാൽ ഒന്ന് വഴങ്ങൽ നല്ലതാണ്. എന്താ ഈ വഴങ്ങുക? ഖത്തം വഴങ്ങുക എന്ന് കേട്ടിട്ടില്ല. എന്താ അതിൻ്റെ അർത്ഥം? ആ ഓതിയ ഖത്തം
അള്ളാഹുവെ എന്തിനു വേണ്ടി, ചിലപ്പോൾ വാപ്പാക്ക് മഗ്ഫിറത്ത് കിട്ടാൻ വാപ്പാക്ക് വേണ്ടി ഓതിയതാൻ, ഉമ്മാക്ക് വേണ്ടി ഓതിയതാൻ, ഭർത്താവിന് വേണ്ടി ഓതിയതാൻ, ഭാര്യയ്ക്ക് വേണ്ടി ഓതിയതാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറാദ് ഹാസിലാവാൻ വേണ്ടി ഓതിയതാൻ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുറാദുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ അള്ളാഹു ഈ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ, അള്ളാഹു ഞാൻ ഓതിയ ഖുർആൻ ഖത്തം നീ സ്വീകരിക്കണേ എന്നൊക്കെ ദുആ ചെയ്യുക. അതാണ് ഈ വഴങ്ങുക എന്ന് പറഞ്ഞാൽ, ദുആ ചെയ്യുക. ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കഴിഞ്ഞിട്ട് അവൻ ദുആ ചെയ്യുമ്പോൾ 40,000 മലക്കുകൾ അവന്റെ ദുആക്ക് ആമീൻ പറയുമെന്നാണ് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മനുഷ്യൻ അവൻ പരിശുദ്ധമായ ഖുർആൻ ഓതി ഓരോ സൂറത്തും ഓതി അവസാനം സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് ഒക്കെ ഓതുന്ന സമയത്ത് 40,000 മലക്കുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നു, ഇവൻ എപ്പോഴാണ് ദുആ ചെയ്യുന്നത്, അതിൽ ഞങ്ങൾ ആമീൻ പറയാനിതാ റെഡിയാൻ. മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെയോ മറ്റൊരു കാര്യമാകുന്നത് ഖുർആൻ. ഇപ്പൊ റമദാൻ ആകുമ്പോൾ നമുക്കത് വേണമെന്നില്ല. റമദാൻ അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഖത്തം ഓതിക്കഴിഞ്ഞാൽ അത് ദുആരക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മധുരം കൊടുക്കൽ നല്ലതാണ്. റമദാനിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് പകല് നോമ്പ് പിടിക്കുന്നു, അപ്പൊ നമുക്ക് ഈ മധുരം ഒജീനൊന്നും കൊടുക്കാൻ പറ്റൂല. രാത്രിയാണെങ്കിൽ അത് കൊടുക്കൽ നല്ലതാണ്. പിന്നെയോ ഖത്തം തീർക്കുന്ന അന്ന് നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് കാണാം. പിന്നെ ഏതെങ്കിലും ഒരു ഖത്തം തീർക്കുന്ന ഒരു മജ്ലിസ് ഉണ്ട്, ഖത്തം ദുആ മജ്ലിസ് ഉണ്ടെങ്കിൽ അവിടെ പങ്കെടുക്കൽ വലിയ പുണ്യമാണ്. മാത്രമല്ല ഒരു മനുഷ്യൻ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, സൂറത്തു ആലി ഇമ്രാൻ അങ്ങനെ ഓതി അവസാനം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത്, അത്രയും ഓതി. അപ്പൊ പിശാച് വിചാരിക്കും ഇതുകൊണ്ട് അവൻ തീർത്തു, അല്ലെ, ഒരു ഖത്തം കൊണ്ട് അവൻ നിർത്തി എന്ന് വിചാരിക്കും. ഒരിക്കലും അങ്ങനെ സൂറത്തുൽ നാസ് വരെ ഓതി നിർത്തരുത്. വീണ്ടും നമ്മൾ ഫാത്തിഹ ഓതുക, വീണ്ടും സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ ഏതാനും ചില ആയത്തുകൾ കൂടി ഓതിയിട്ട് വേണം നമ്മൾ ഖത്തം പൂർത്തീകരിക്കാൻ. മനസ്സിലായോ പറഞ്ഞത്? ഒരാൾ ഖത്തം ഓതുകയാണ്, അപ്പോൾ ഓതുമ്പോൾ ഫാത്തിഹ മുതൽ ഇങ്ങനെ ഓതി സൂറത്ത് യാസീനൊക്കെ ഓതി, സൂറത്തുൽ വാക്കിയൊക്കെ ഓതി, ഇങ്ങനെ ഓതി അവസാനം സൂറത്തുൽ ഇഖ്ലാസ് ഓതി, സൂറത്തുൽ ഫലക് ഓതി, സൂറത്തുൽ നാസ് ഓതി, അങ്ങനെ മൊത്തം സൂറത്തുകളൊക്കെ തീർത്തു. അപ്പൊ ഖത്തം തീർന്നു. പക്ഷെ നമ്മൾ അവിടെ കൊണ്ട് നിർത്തരുത്. വീണ്ടും നമ്മൾ ഒന്നേന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുക, സൂറത്തുൽ ബഖറയുടെ ഏതാനും ചില ആയത്തുകൾ 5 or 4 ആയത്ത് ഓതുക, എന്നിട്ട് നമ്മൾ ദുആരക്കുക. അപ്പൊ പിശാജ് ഈ സൂറത്തുൽ നാസ് വരെ ഓതുമ്പോൾ വിചാരിക്കുക ഇതോടുകൂടി അവൻ നിർത്തി, അവന്റെ ഖത്തം നിന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ വീണ്ടും അവിടെ തൊട്ട് ഓതി തുടങ്ങി വെക്കും. ഒന്ന് തുടങ്ങി വെക്കുക, അടുത്ത ഖത്തം തുടങ്ങി വെക്കുക എന്നാണ്, അടുത്ത ഖത്തം തുടങ്ങി വെക്കുക. അപ്പൊ പിശാജ് കരഞ്ഞുകൊണ്ടോടുമെന്നാണ്. പിശാചിനെ കരയിപ്പിക്കണം, ഖുർആൻ ഓതി പിശാചിനെ കരയിപ്പിക്കണം. അൽഹംദുലില്ലാഹ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഓതുമ്പോൾ, ഖത്തും ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റമളാനിൽ ഖുർആൻ ഒരുപാട് വട്ടം നമുക്ക് ഓതാൻ, ഖത്തുമുൽ ഖുർആൻ തീർക്കാൻ. അല്ലാഹുവെ, ഓതുന്നതിൽ പല തെറ്റുകളൊക്കെ ഉണ്ടാകും, അതൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. അള്ളാഹുവെ, ഓതുന്നതിൽ ചിലപ്പോൾ തജ്വീദിന്റെ തെറ്റുകൾ ഉണ്ടാകും, ചിലപ്പോൾ ഹർഫുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയേക്കാം. റബ്ബേ, മനുഷ്യനാണല്ല, അള്ളാഹുവെ പാപികളാണല്ല, ഈമാൻ കുറവുള്ളവരാണല്ല, ഇഖ്ലാസ് കുറഞ്ഞവരാണല്ല, അതെല്ലാം പുറത്തു തന്ന് ഞങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, പടച്ചവനെ, ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ, ഈ റമളാൻ മാസത്തിന്റെ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലേണ്ട ദിക്റുണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ആ ഒരു ദിക്ർ നമ്മൾ മറന്നു പോവണ്ട. പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10 അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദിക്റും നമ്മൾ വിട്ടുപോവാൻ പാടില്ല. സ്വതക്കകൾ പരമാവധി ചെയ്യുക, നല്ലവണ്ണം ദുആരക്കുക. പിന്നെയോ പറ്റുന്നത് പോലെ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആർഭാടത്തിന്റെ ഭക്ഷണമൊന്നും കാണിക്കരുതേ, ആർഭാടം കുറക്കുക. ദിക്റുകൾ പറയുക, സ്വലാത്തുകൾ പറയുക, ആരെയും കുറ്റം പറയാൻ നിൽക്കണ്ട. നാവിനെ ഒന്ന് സൂക്ഷിക്കുക, കണ്ണിനെ സൂക്ഷിക്കുക, ചെവിയെ സൂക്ഷിക്കുക, ഹറാമുകളെ തൊട്ട് സൂക്ഷ്മത പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദേ, ഞങ്ങളൊക്കെ സ്ഥിരമായ വീഡിയോ കാണുന്നവരാണ്, ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണേ ഒരുപാട് ഉമ്മമാരും വാപ്പമാരും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ദുആ വസിയത്തായി ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്.
വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. ഈ പരിശുദ്ധമായ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ ഓതാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. പരിശുദ്ധമായ ഖത്തം ഓതുമ്പോൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ യാത്രയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് മൊബൈലിൽ നോക്കി ഓതാം. മൊബൈൽ നോക്കി ഓതാൻ പാടില്ല എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ നോക്കി ഓതാം. ഖുർആൻ എടുത്ത് ഓതലാണ് ഏറ്റവും നല്ലത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.